സുഹൃത്തുക്കളെ, ഹംഗറിയിൽ ദീർഘകാലം അധികാരത്തിൽ പിടിച്ചു നിന്ന നേതാവായ വിക്ടർ ഓർബനെ ഒടുവിൽ പുറത്താക്കിയെന്ന വാർത്ത കേട്ടപ്പോൾ ഏവർക്കും വലിയ സന്തോഷം തോന്നി. 8 വർഷങ്ങൾക്ക് മുമ്പ് 2018 ഏപ്രിൽ 14 ബുഡാപെസ്റ്റിലെ കത്തീഡ്രലിന് പിന്നിലെ വഴിയിലൂടെ വലിയ ജനക്കൂട്ടം പാർലമെൻറ്റിലേക്ക് നീങ്ങുന്നത് കണ്ടു. അവർ ശാന്തമായി പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി പ്രതിഷേധിക്കുകയായിരുന്നു. 1 ലക്ഷത്തിലധികം ആളുകൾ ഡാന്യൂബ് നദിക്കരയിലെ പാർലമെൻറ്റിന് ചുറ്റും നിറഞ്ഞിരുന്നു. വി ആർ ദ മെജോറിറ്റി എന്ന കൂട്ടായ്മ ഫേസ്ബുക്ക് വഴി സംഘടിപ്പിച്ച ഈ പ്രതിഷേധം അന്യായമായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും അഴിമതിയെയും സ്വതന്ത്ര മാധ്യമങ്ങളുടെ മൂല്യച്യുതിയെയും എതിർത്തു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്ര വലിയ പ്രതിഷേധത്തിൽ പോലും പോലീസ് ഇല്ലായിരുന്നു. നമ്മുടെ രാജ്യത്ത് ചിന്തിക്കാനേ പറ്റൂ. ഈ സമരങ്ങൾ അവിടെ അവസാനിച്ചില്ല, അവ തുടർച്ചയായി ഉയർന്നിരുന്നു. ഒടുവിൽ 8 വർഷങ്ങൾക്ക് ശേഷം അജയനായി തോന്നിയ ഭരണാധികാരി തോറ്റു. പലപ്പോഴും ഇത്തരം നേതാക്കൾ തോൽക്കുന്നതുവരെ അജയരായി തോന്നും. 2026 ഏപ്രിൽ 12 രാത്രി ബുഡാപെസ്റ്റിൽ ആഘോഷം പൊട്ടിപ്പുറപ്പെട്ടു. കാറുകളുടെ ഹോൺ മുഴങ്ങി. ആയിരക്കണക്കിന് ആളുകൾ കണ്ണീരോടെ തെരുവുകളിൽ ആഘോഷിച്ചു. 16 വർഷമായി ജനാധിപത്യ സ്ഥാപനങ്ങളെ ക്ഷയിപ്പിച്ചിരുന്ന വിക്ടർ ഓർബൻ അധികാരത്തിൽ നിന്ന് പുറത്തായി. അദ്ദേഹത്തെ വെല്ലുവിളിച്ച പീറ്റർ മാഗർ 53% വോട്ടുമായി വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ ടിസ്സ പാർട്ടി പാർലമെൻറ്റിൽ 2/3 ഭൂരിപക്ഷം നേടി. ഒരു ജനാധിപത്യം എങ്ങനെ ക്ഷയിക്കുന്നു? വിക്ടർ ഓർബൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഇല്ലിബറൽ ഡെമോക്രസി എന്ന മോഡൽ നടപ്പിലാക്കി. കോടതികൾ നിയന്ത്രണത്തിലാക്കി, തെരഞ്ഞെടുപ്പ് അതിർത്തികൾ മാറ്റി, മാധ്യമങ്ങളെ സർക്കാർ പ്രചരണ ഉപാധികളാക്കി, സ്വകാര്യ മാധ്യമങ്ങളും ഭരണകൂടത്തോട് ചേർന്നവരുടെ കൈകളിലേക്ക് മാറി. ഫോറിൻ ഏജന്റ് നിയമങ്ങൾ വഴി സിവിൽ സമൂഹത്തെ നിയന്ത്രിച്ചു. തെരഞ്ഞെടുപ്പുകൾ നിലനിന്നെങ്കിലും അവ നിയന്ത്രിക്കപ്പെട്ടു. ഇതാണ് കോമ്പറ്റേറ്റീവ് ഓതോറിറ്റേറിയനിസം, ജനാധിപത്യത്തിൻ്റെ രൂപം നിലനിർത്തി ഉള്ളടക്കം ശൂന്യമാക്കുന്ന സംവിധാനം. മാറ്റത്തിന് വഴി തുറക്കാൻ കാരണമായത് കാലക്രമേണ അഴിമതി വർദ്ധിച്ചു, ഭരണപരമായ പരാജയങ്ങൾ പ്രകടമായി, ആശുപത്രികളും സ്കൂളുകളും തകർന്നു, വിലക്കയറ്റം വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് പീറ്റർ മാഗർ ഉയർന്നത്. അദ്ദേഹം അഴിമതിയെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി വിശദീകരിച്ചു. ഹംഗറിയുടെ മോഡൽ ഒറ്റപ്പെട്ടതല്ല, ഇതിൻ്റെ ചില രൂപങ്ങൾ ഇന്ത്യയിലും കാണാം. സ്ഥാപനങ്ങളുടെ ക്രമാതീതമായ ക്ഷയം, സർക്കാരിനോട് ചേർന്ന മാധ്യമങ്ങൾ, അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ ഉപയോഗം, മതദേശീയതയുടെ ഉപയോഗം, ശക്തമായ നേതൃ ആരാധന, വിഭജിത പ്രതിപക്ഷം. ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ, ഇന്ത്യയുടെ വലിപ്പവും വൈവിധ്യവും, ഫെഡറൽ സംവിധാനം, ശക്തമായ സാമൂഹിക വിഭജനം, രാഷ്ട്രീയ സ്വയംസേവക് സംഘ് പോലുള്ള ദീർഘകാല സാമൂഹിക ഘടന, യൂറോപ്യൻ യൂണിയൻ പോലുള്ള പുറം നിയന്ത്രണങ്ങളില്ല. ഹംഗറിയിൽ നിന്ന് ലഭിക്കുന്ന 5 പാഠങ്ങൾ എന്തൊക്കെയാണ്? 1. ഐക്യമാദ്യം. പ്രതിപക്ഷം ഒരുമിച്ചില്ലെങ്കിൽ വിജയമില്ല. ശക്തമായ മേഖലകളിൽ പോലും പോരാട്ടം നടത്തണം. വിരോധികളില്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തണം. അഴിമതി വ്യക്തമായി ചൂണ്ടിക്കാണിക്കുക. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് വിശദീകരിക്കുക. ദേശസ്നേഹത്തിൻ്റെ പുനർവ്യാഖ്യാനം. ദേശസ്നേഹം ഒരാളുടെ സ്വകാര്യ സ്വത്തല്ല. അകത്തു നിന്നുള്ള വിവിധരുടെ ശക്തി, അകത്തു നിന്നുള്ള വിമർശനം കൂടുതൽ വിശ്വസനീയമാണ്. ഇന്ത്യയിൽ ആവർത്തിക്കാൻ ഇത് കഴിയാത്ത കാരണങ്ങൾ വലിയ ജനസംഖ്യയും വൈവിധ്യവുമാണ്. ശക്തമായ സംഘടനാ അടിസ്ഥാനങ്ങൾ, പുറം നിയന്ത്രണങ്ങളുടെ അഭാവം, മതദേശീയതയുടെ സാമൂഹ്യ അടിത്തറ, സാമ്പത്തിക അവസ്ഥയുടെ സങ്കീർണത, ശക്തമായ മീഡിയ നിയന്ത്രണം. ഹംഗറി നൽകുന്ന ഒരു പ്രധാന സന്ദേശം, ഹംഗറിയിലെ തെരഞ്ഞെടുപ്പ് ഒരു വലിയ സത്യത്തെ തെളിയിക്കുന്നു. അധികാരം സ്ഥിരമല്ല. ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ ഏറ്റവും ശക്തമായ ഭരണകൂടങ്ങളും തകരും. വിക്ടർ ഓർബന്റെ തോൽവി നമ്മളെ പഠിപ്പിക്കുന്നത് അഴിമതിയും ഭരണപരമായ പരാജയങ്ങളും ഒടുവിൽ ജനങ്ങളെ ബാധിക്കും. എന്നാൽ മാറ്റം സ്വയം സംഭവിക്കില്ല, അത് സൃഷ്ടിക്കേണ്ടതാണ്. ഡാന്യൂബ് നദി തൻ്റെ സന്ദേശം നൽകി കഴിഞ്ഞു. ഗംഗ അത് കേൾക്കുമോ? ഇത് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ചോദ്യമാണ്.